23/5/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും വിഘ്നരൂപം ആകരുത്. ഉള്ളിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യൂ. ഇത് സത്യമായ വജ്രം ആകാനുള്ള സമയമാണ്. ചോദ്യം: ഏതു കാര്യത്തിൻ്റെ ഡിഫക്റ്റ് വരുമ്പോൾ തന്നെ ആത്മാവിൻ്റെ വാല്യൂ കുറയുവാൻ തുടങ്ങുന്നു? ഉത്തരം: ആദ്യത്തെ ഡിഫക്റ്റ് വരുന്നത് അപവിത്രതയുടേതാണ്. ആത്മാവ് പവിത്രമായിരിക്കുമ്പോൾ അതിൻ്റെ ഗ്രേഡ് വളരെ ഉയർന്നതാണ്. അത് അമൂല്യ രത്നമാണ്, നമിക്കുവാൻ യോഗ്യമാണ്. ഇംപ്യൂരിറ്റിയുടെ അല്പമെങ്കിലും ഡിഫക്റ്റ് വാല്യൂ ഇല്ലാതാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയ്ക്ക് സമാനം എവർ പ്യോർ വജ്രം ആകേണ്ടതുണ്ട്. ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ തനിക്ക് സമാനം പവിത്രമാക്കുവാൻ. പവിത്രമായ കുട്ടികളെ തന്നെയാണ് ഒരു ബാബയുടെ ഓർമ്മ അലട്ടുന്നത്. ബാബയോട് മുറിയാത്ത സ്നേഹമുണ്ടായിരിക്കും. ഒരിക്കലും ആർക്കും ദുഃഖം നൽകുകയില്ല. വളരെ മധുരമായിരിക്കും. ഓം ശാന്തി. ഡബിൾ ഓം ശാന്തിയും പറയാവുന്നതാണ്. കുട്ടികളും അറിയുന്നുണ്ട്, ബാബ്ദാദയും അറിയുന്നുണ്ട്. ഓം ശാന്തിയുടെ അർത്ഥം ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ് എന്നാണ്. തീർച്ചയായും ശാന്തിയുടെ സാഗരമായ, സുഖത്തിൻ്റെ സാഗരമായ, പവിത്രതയുടെ സാഗരമായ ബാബയുടെ സന്താനമാണ്. ഏറ്റവും ആദ്യത്തേതാണ് പവിത്രതയുടെ സാഗരം. പവിത്രമാകുന്നതിൽ തന്നെയാണ് മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകുന്നത്. പവിത്രമാകുന്നതിൽ വളരെയധികം ഗ്രേഡുകൾ ഉണ്ട്. ഓരോ കുട്ടിക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഗ്രേഡ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സമ്പൂർണമായിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ ചിലരിൽ ഒരു പ്രകാരത്തിലുള്ള, ചിലരിൽ മറ്റു പ്രകാരത്തിലുള്ള ഡിഫക്റ്റ് തീർച്ചയായും ഉണ്ട്. പവിത്രതയിലും യോഗത്തിലും ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ തന്നെയാണ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ചിലരിൽ കൂടുതലും ചിലരിൽ ഡിഫക്റ്റ് കുറവുമായിരിക്കും. പല തരത്തിലുള്ള വജ്രങ്ങളുണ്ട്. അതിനെ മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ നോക്കുന്നു. ഏതുപോലെ ബാബയുടെ ആത്മാവിന് മനസ്സിലാക്കുന്നുവോ അതേപോലെ ആത്മാക്കളും അഥവാ കുട്ടികളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രത്നമാണല്ലോ. രത്നങ്ങളുമെല്ലാം നമസ്കരിക്കാൻ യോഗ്യമാണ്. മുത്ത്, മാണിക്യം, പുഷ്യരാഗം തുടങ്ങിയവയെല്ലാം നമിക്കുവാൻ യോഗ്യമാണ്. അതിനാൽ എല്ലാ വെറൈറ്റിയും ഉൾപ്പെടുത്തുന്നു. പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ചാണല്ലോ. ഇത് മനസ്സിലാക്കുന്നുണ്ട്. പരിധിയില്ലാത്ത പിതാവ് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരിയാണ്. അത് ഒന്നു തന്നെയാണ്. രത്നവ്യാപാരിയെന്നും ആ ഒന്നിനെ തീർച്ചയായും പറയും. ജ്ഞാനരത്നങ്ങൾ നൽകുന്നുവല്ലോ. പിന്നെ രഥവും രത്നവ്യാപാരിയാണ്. അദ്ദേഹവും രത്നങ്ങളുടെ വാല്യൂ അറിയുന്നു. രത്നങ്ങളെ വളരെ നല്ല രീതിയിൽ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് നോക്കേണ്ടതുണ്ട്. ഇതിൽ എത്രത്തോളം ഡിഫക്റ്റ് ഉണ്ട്, ഇത് ഏതൊരു രത്നമാണ്, എത്രത്തോളം സർവീസബിളാണ്. രത്നങ്ങളെ കാണുവാനുള്ള ആഗ്രഹമുണ്ടാകുന്നു. നല്ല രത്നം ആയിരിക്കുമെങ്കിൽ അതിനെ വളരെ സ്നേഹത്തോടെ നോക്കും. ഇത് വളരെ നല്ലതാണ്. ഇതിനെ സ്വർണത്തിൻ്റെ ചെപ്പിൽ വയ്ക്കേണ്ടതാണ്. പുഷ്യരാഗത്തെയും മറ്റും സ്വർണത്തിൻ്റെ ചെപ്പിൽ വയ്ക്കാറില്ല. ഇവിടെയും പരിധിയില്ലാത്ത രത്നം ആകുന്നത് പോലെയാണ്. ഓരോരുത്തരും തൻ്റെ മനസ്സിനെ അറിയുന്നുണ്ട്. ഞാൻ ഏത് പ്രകാരത്തിലുള്ള രത്നമാണ്, എന്നിൽ ഏതെങ്കിലും ഡിഫക്റ്റ് ഇല്ലല്ലോ. രത്നങ്ങളെ നല്ല രീതിയിൽ നോക്കാറുള്ളത് പോലെ ഓരോരുത്തർക്കും നോക്കേണ്ടി വരുന്നു. നിങ്ങൾ ചൈതന്യ രത്നങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരും സ്വയം നോക്കണം, നമ്മൾ എത്രത്തോളം സബ്ജ് പരി, നീലം പരി, അതായത് വൈഡൂര്യം, ഇന്ദ്രനീലം ആയിട്ടുണ്ട്. പുഷ്പങ്ങളിലും ചിലത് സദാ റോസാപുഷ്പം, ചിലത് റോസാപുഷ്പം, ചിലർ മറ്റൊരു തരത്തിലാണ്. നിങ്ങളിലും നമ്പർ വൈസാണ്. ഓരോരുത്തർക്കും സ്വയം തന്നെ നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. സ്വയം നോക്കൂ, മുഴുവൻ ദിവസത്തിലും എന്താണ് ചെയ്തത്, ബാബയെ എത്ര ഓർമ്മിച്ചു. ഇതും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ ബാബയെ ഓർമ്മിക്കണം. ബാബ നാരദനോടും പറഞ്ഞു, തൻ്റെ മുഖം നോക്കൂ. ഇതും ഒരു ഉദാഹരണമാണ്. കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും സ്വയം തന്നെ നല്ല രീതിയിൽ നോക്കണം, പരിശോധിക്കണം. ഏതൊരു പിതാവിലൂടെ നമ്മൾ വജ്രമാകുന്നുവോ ആ ഒന്നിനോട് നമുക്ക് എത്രത്തോളം സ്നേഹമുണ്ട്. മറ്റൊരു ഭാഗത്തേക്കും വൃത്തി പോകുന്നില്ലല്ലോ. എൻ്റെ സ്വഭാവം എത്രത്തോളം ദൈവീകമാണ്. സ്വഭാവവും മനുഷ്യനെ വളരെയധികം ശല്യം ചെയ്യുന്നു. ഓരോരുത്തർക്കും മൂന്നാമത്തെ നേത്രം ലഭിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ പരിശോധന നടത്തണം. എത്രത്തോളം ഞാൻ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുണ്ട്, എത്രത്തോളം എൻ്റെ ഓർമ്മ ബാബയിൽ എത്തിച്ചേരുന്നുണ്ട്. ആ ഒന്നിൻ്റെ ഓർമ്മയിലിരുന്ന് പൂർണ്ണമായും രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ബാബ സ്വയം പറയുന്നു, മായയുടെ വിഘ്നങ്ങൾ ഈ വിധമാണ്, അത് സന്തോഷത്തിൽ വരാൻ അനുവദിക്കുന്നില്ല. കുട്ടികൾ അറിയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഏവരും പുരുഷാർത്ഥികളാണ്. റിസൾട്ട് അവസാനമാണ് വരേണ്ടത്. തൻ്റെ പരിശോധന നടത്തണം. ഫ്ലോയോ മറ്റോ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും. പൂർണ്ണമായും പ്യോർ ഡയമണ്ട് ആകണം. അഥവാ അല്പമെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരിക്കുമെങ്കിൽ നമ്മുടെ വാല്യൂവും കുറഞ്ഞു പോകും എന്ന് മനസ്സിലാക്കും. രത്നമാണല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ എവർ പ്യോർ വാല്യൂബിൾ വജ്രമാകണം. പുരുഷാർത്ഥം ചെയ്യിക്കുന്നതിനായി ഭിന്ന ഭിന്ന പ്രകാരത്തിലൂടെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇന്ന് യോഗത്തിൻ്റെ സമയത്ത് ഇടയിൽ വെച്ച് ബാബ്ദാദ ഗദ്ദിയിൽ നിന്നും എഴുന്നേറ്റ് സഭയുടെ മധ്യത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഓരോരോ കുട്ടിയുമായി കണ്ണുകളിലൂടെ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ബാബ ഇന്ന് എന്തുകൊണ്ട് എഴുന്നേറ്റു? ആരെല്ലാമാണ് സർവീസബിളായ കുട്ടികൾ എന്ന് നോക്കുന്നതിന് വേണ്ടി. കാരണം ചിലർ ഒരിടത്തും ചിലർ മറ്റൊരിടത്തും ഇരിക്കുകയാണ്. അപ്പോൾ ബാബ എഴുന്നേറ്റ് ഓരോരുത്തരെയും നോക്കി, ഇവരിൽ എന്ത് ഗുണമാണുള്ളത്, ഇവർക്ക് എത്ര സ്നേഹമുണ്ട്. എല്ലാ കുട്ടികളും മുന്നിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ പ്രിയമായി തോന്നുന്നു. എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് തന്നെയാണ് പ്രിയമായി തോന്നുന്നത് എന്നതും തീർച്ചയാണ്. ബാബയ്ക്കറിയാം ആരിൽ എന്തെല്ലാം ഡിഫക്റ്റ് ഉണ്ട്. കാരണം ഏതു ശരീരത്തിൽ ബാബ പ്രവേശിച്ചുവോ ആ ഒന്നും തൻ്റെ പരിശോധന നടത്തുന്നു. ഇത് ബാബ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ആര് എത്രത്തോളം മറ്റുള്ളവർക്ക് സുഖം നൽകുന്നോ, ആർക്കും ദുഃഖം നൽകാതിരിക്കുന്നോ, അവർ മറഞ്ഞിരിക്കുക സാധ്യമല്ല. റോസാ പുഷ്പവും മുത്തുകളും ഒരിക്കലും മറഞ്ഞിരിക്കുക സാധ്യമല്ല. ബാബ എല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ച ശേഷം കുട്ടികളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ മാലിന്യം മാറട്ടെ. ഓർമ്മിക്കുന്ന സമയത്ത് മുഴുവൻ ദിവസത്തിലും എന്തെല്ലാം ചെയ്തുവോ അതും നോക്കണം. ബാബയുടെ ഹൃദയത്തിൽ ഇത്രത്തോളം കയറാൻ സാധിക്കാത്ത തരത്തിൽ എന്നിൽ എന്ത് അവഗുണമാണുള്ളത്? ഹൃദയത്തിലുള്ളവർ തന്നെയാണ് സിംഹാസനത്തിൽ. അപ്പോൾ ബാബ എഴുന്നേറ്റ് കുട്ടികളെ നോക്കുന്നു. ആരെല്ലാമാണ് എൻ്റെ സിംഹാസനത്തിൽ വസിക്കുന്നവരാകുന്നത്? സമയം സമീപം വരുമ്പോൾ കുട്ടികൾക്ക് ഉടൻ മനസ്സിലാകുന്നു നമ്മൾ എത്രത്തോളം പാസ്സാകും. തോൽക്കുന്നവർക്ക് ആദ്യമേ അറിയാമായിരിക്കും നമുക്ക് മാർക്സ് കുറവായിരിക്കുമെന്ന്. നമുക്ക് മാർക്സ് ലഭിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് ആണ്. ആരുടെ? ഭഗവാന്റെ. ആ ഒന്ന് ഈ ദാദായിലൂടെ പഠിപ്പിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബ നമ്മളെ എത്ര സ്നേഹിക്കുന്നു, എത്ര മധുരമാണ്. ഒരു പ്രയാസവും നൽകുന്നില്ല. കേവലം പറയുന്നു, ഈ ചക്രത്തെ ഓർമ്മിക്കൂ. പഠനം അധികമൊന്നുമില്ല. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. ദൈവിക ഗുണങ്ങളുടെ എയിം ഓബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്ത് ഇവരെ പോലെ പവിത്രമാകുന്നു. അപ്പോൾ തന്നെയാണ് മാലയിൽ കോർക്കപ്പെടുന്നത്. പരിധിയില്ലാത്ത ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. സന്തോഷമുണ്ടാകുന്നല്ലോ. ബാബ തീർച്ചയായും തനിക്ക് സമാനം പ്യോറും നോളജ്ഫുള്ളുമാക്കും.
ഇതിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉൾപ്പെടുന്നു. ഇപ്പോൾ ആരും പരിപൂർണമായിട്ടില്ല. അന്തിമത്തിൽ ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ബാബയെ എല്ലാവരും സ്നേഹിക്കുന്നു. ബാബ എന്ന് പറയുമ്പോൾ മനസ്സ് തന്നെ വിടരുന്നു. ബാബയിൽ നിന്നും എത്ര വലിയ സമ്പത്ത് ലഭിക്കുന്നു. ബാബയിലേക്കല്ലാതെ മറ്റെവിടെയും മനസ്സ് പോവുകയില്ല. ബാബയുടെ ഓർമ്മ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കണം. ബാബ ബാബ ബാബ. വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. രാജാവിൻ്റെ പുത്രന് രാജപദത്തിൻ്റെ ലഹരി ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോഴാണെങ്കിൽ രാജാക്കന്മാർക്ക് മാന്യത ഉണ്ടായിരിക്കുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നപ്പോൾ അവർക്ക് വളരെ മാന്യത ഉണ്ടായിരുന്നു. വൈസ്രോയ് ഒഴികെ എല്ലാവരും അവരെ അഭിവാദ്യം ചെയ്തിരുന്നു. ബാക്കി എല്ലാവരും രാജാക്കന്മാരെ നമിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ ഗതി എന്തായിരിക്കുന്നു? ഇവരൊന്നും വന്ന് രാജപദം നേടുകയില്ല എന്നതും നിങ്ങൾ അറിയുന്നുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രർ പെട്ടെന്ന് ബാബയെ അറിയുന്നു. ഇതെല്ലാം ആ ഒന്നിൻ്റേതാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ഒന്നിൻ്റെ ശ്രീമത്തിലൂടെ തന്നെ നമ്മൾ എല്ലാം ചെയ്യും. മറ്റവർക്കാണെങ്കിൽ തൻ്റെ ധനത്തിൻ്റെ ലഹരിയുണ്ട്. അതിനാൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. പിന്നെ വലിയവരെ ഉയർത്തുന്നു. വലിയവർ കാരണം പിന്നെ ദരിദ്രരും പെട്ടെന്ന് വന്നു ചേരും. ഇത്രയും വലിയ വലിയ ആൾക്കാരും ഇവിടെ പോകുന്നു എന്ന് കാണുമ്പോൾ അവരും വന്നു ചേരും. എന്നാൽ പാവം ദരിദ്രർ വളരെ ഭയപ്പെടുന്നു. ഒരു ദിവസം അവരും നിങ്ങളുടെ അടുക്കൽ വരും. ആ ദിവസവും വരും. പിന്നെ എപ്പോഴാണോ അവരെ നിങ്ങൾ മനസ്സിലാക്കിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷിക്കും. പൂർണ്ണമായും ചേർന്ന് നിൽക്കും. അവർക്ക് വേണ്ടിയും നിങ്ങൾ വിശേഷിച്ച് സമയം വയ്ക്കും. കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നു, നമുക്ക് എല്ലാവരെയും ഉദ്ധരിക്കേണ്ടതുണ്ട്. അവരും പഠിച്ച് വലിയ ഓഫീസേഴ്സും മറ്റും ആകുന്നുവല്ലോ. നിങ്ങൾ ഈശ്വരീയ മിഷനാണ്. നിങ്ങൾക്ക് സർവരെയും ഉദ്ധരിക്കേണ്ടതുണ്ട്. കാട്ടുജാതിക്കാരി നൽകിയ ഇലന്തപ്പഴം ഭക്ഷിച്ചതായി പാടപ്പെട്ടിട്ടുമുണ്ടല്ലോ. വിവേകവും പറയുന്നു, ദാനം എപ്പോഴും ദരിദ്രർക്കാണ് നൽകേണ്ടത്, ധനികർക്കല്ല. നിങ്ങൾ മുന്നോട്ട് പോകവേ ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ യോഗത്തിൻ്റെ ബലം ആവശ്യമാണ്. അതിലൂടെ അവർ ആകർഷണത്തിൽ വരും. യോഗബലം കുറവാണ്, കാരണം ദേഹാഭിമാനമുണ്ട്. ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമുക്ക് എത്രത്തോളം ബാബയുടെ ഓർമ്മയുണ്ട്? നമ്മൾ എവിടെയും കുടുങ്ങുന്നില്ലല്ലോ. ആരെ കണ്ടാലും ചഞ്ചലത ഉണ്ടാകാത്ത തരത്തിലുള്ള അവസ്ഥ വേണം. ബാബയുടെ ആജ്ഞയാണ്, ദേഹ അഭിമാനിയാകാതിരിക്കൂ. എല്ലാവരെയും തൻ്റെ സഹോദരനായി മനസ്സിലാക്കൂ. ആത്മാവ് അറിയുന്നുണ്ട്, നമ്മൾ സഹോദരന്മാരാണ്. ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കണം. അന്തിമത്തിൽ അഥവാ എന്തെങ്കിലും ഓർമ്മ വന്നുവെങ്കിൽ ശിക്ഷയുണ്ടാകും. തൻ്റെ അവസ്ഥയെ ഇത്രയും ശക്തമാക്കണം, സർവീസും ചെയ്യണം. ഉള്ളിൽ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള അവസ്ഥ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് അപ്പോഴേ ഈ പദവി ലഭിക്കുകയുള്ളൂ. ബാബ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. വളരെയധികം സർവീസ് അവശേഷിക്കുകയാണ്. നിങ്ങളിലും ബലം ഉണ്ടാകുമെങ്കിൽ അവർക്ക് ആകർഷണമുണ്ടാകും. അനേകം ജന്മങ്ങളുടെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ബ്രാഹ്മണരായ നിങ്ങൾ ഈ ചിന്ത വയ്ക്കേണ്ടതുണ്ട്. എല്ലാ ആത്മാക്കളെയും പാവനം ആക്കേണ്ടതുണ്ട്. മനുഷ്യർ അറിയുന്നില്ല, ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. ബാബ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ പരിശോധന നടത്തണം. ബാബ പരിധിയില്ലാത്തതിൽ നിൽക്കുന്നത് പോലെ കുട്ടികൾ പരിധിയില്ലാത്ത ചിന്ത വയ്ക്കണം. ബാബയ്ക്ക് ആത്മാക്കളോട് എത്ര സ്നേഹമാണുള്ളത്. ഇത്രയും ദിവസം സ്നേഹം ഇല്ലാതിരുന്നത് എന്തുകൊണ്ട്? കാരണം ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. പതീത ആത്മാക്കളെ എന്ത് സ്നേഹിക്കുവാനാണ്? ഇപ്പോൾ ബാബ സർവരെയും പതീതത്തിൽ നിന്നും പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ലൗലി ആകേണ്ടി വരും. ബാബ ലൗലി തന്നെയാണ്. കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നു. ദിനം പ്രതിദിനം എത്രത്തോളം പവിത്രമായി കൊണ്ടിരിക്കുമോ അത്രയും നിങ്ങൾക്ക് വളരെയധികം ആകർഷണമുണ്ടാകും.
ബാബയിൽ വളരെയധികം ആകർഷണമുണ്ടാകും. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത വിധം അത്രയും ആകർഷിക്കും. പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് നിങ്ങളുടെ അവസ്ഥയും ഇങ്ങനെയാകും. ഇവിടെ ബാബയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കും, ഇപ്പോൾ പോയി ബാബയുമായി കൂടിക്കാഴ്ച നടത്തട്ടെ. ഇങ്ങനെയുള്ള ബാബയിൽ നിന്നും പിന്നെ ഒരിക്കലും വേർപിരിയുകയില്ല. ബാബയ്ക്ക് പിന്നെ കുട്ടികളുടെ ആകർഷണമുണ്ടാകുന്നു. ഈ കുട്ടിയുടേത് അതിശയമാണ്, വളരെ നല്ല സർവീസ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ഡിഫക്റ്റുമുണ്ട്. എന്നിരുന്നാലും അവസ്ഥയനുസരിച്ച് വേണ്ട സമയത്ത് വളരെ നല്ല സർവീസ് ചെയ്യുന്നു. ആർക്കെങ്കിലും ദുഃഖം നൽകുന്ന വ്യക്തിത്വമായി കാണപ്പെടുന്നില്ല. രോഗവും മറ്റും ഉണ്ടാവുകയാണെങ്കിൽ അത് കർമ്മഭോഗാണ്. സ്വയവും മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെ ഉള്ളതുവരെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് രഥമാണ് എങ്കിൽ പോലും കർമ്മഭോഗ അവസാനം വരെയും അനുഭവിക്കുക തന്നെ വേണം. ഞാൻ ഇദ്ദേഹത്തെ ആശീർവദിക്കും എന്നൊന്നുമല്ല. ഇദ്ദേഹത്തിനും തൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. രഥം നൽകിയിരിക്കുകയാണ്, അതിനുള്ള അല്പം പ്രതിഫലം നൽകും. വളരെയധികം ബന്ധനസ്ഥർ എങ്ങനെയെല്ലാമാണ് വരുന്നത്, എപ്രകാരം യുക്തിയോടെ മോചിതരായി വരുന്നു. അവർക്ക് എത്ര സ്നേഹമുണ്ടോ അത്രയും മറ്റാർക്കുമില്ല. ധാരാളം പേർക്ക് തീർത്തും സ്നേഹമില്ല. ആ ബന്ധനസ്ഥരുടെ സ്നേഹവുമായി ആരുടേതിനെയും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ബന്ധനസ്ഥരുടെ യോഗവും നിസ്സാരമായി കരുതണ്ട. വളരെ പേർ ഓർമ്മയിൽ കരയുന്നു, ബാബ, ഓ ബാബ, എപ്പോൾ നമ്മൾ അങ്ങയുമായി കണ്ടുമുട്ടും? ബാബ, വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബ, അങ്ങയുമായി നമ്മൾ എങ്ങനെ കണ്ടുമുട്ടും? ഇങ്ങനെയുള്ള ബന്ധനസ്ഥരുണ്ട്. അവർ സ്നേഹത്തിൻ്റെ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവരുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല. ആ കണ്ണുനീർ സ്നേഹത്തിൻ്റെ മുത്തുകളായി മാറുന്നു. അപ്പോൾ ആ ബന്ധനസ്ഥരുടെ യോഗം കുറഞ്ഞതൊന്നുമല്ല. ഓർമ്മയിൽ വളരെയധികം പിടയുന്നു, ഓ ബാബ, നമ്മൾ അങ്ങയുമായി എപ്പോൾ കണ്ടുമുട്ടും? സർവ്വ ദുഃഖങ്ങളും മായ്ക്കുന്ന ബാബ. ബാബ പറയുന്നു, എത്ര സമയം നിങ്ങൾ ഓർമ്മയിലിരിക്കും, സർവീസും ചെയ്യും? ആരെങ്കിലും ബന്ധനത്തിലാണെന്നിരിക്കട്ടെ, സ്വയം സർവീസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓർമ്മയിലൂടെയും അവർക്ക് വളരെയധികം ബലം ലഭിക്കുന്നു. ഓർമ്മയിൽ തന്നെയാണ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. പിടഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാബ, നമ്മൾ അങ്ങയുമായി കണ്ടുമുട്ടുന്നതിന് എപ്പോൾ അവസരം ലഭിക്കും? എത്ര ഓർമ്മയിലിരിക്കുന്നു. മുന്നോട്ട് പോകവേ ദിനം പ്രതിദിനം നിങ്ങൾക്ക് ശക്തമായി ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്നാനം ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓർമ്മയിൽ തന്നെയിരിക്കും. ബാബ, ഈ ബന്ധനം ഇല്ലാതാകുന്ന തരത്തിലുള്ള ദിവസം എപ്പോഴെങ്കിലും ഉണ്ടാകുമോ? പാവങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, ബാബ, ഇവർ നമ്മളെ വളരെയധികം ശല്യം ചെയ്യുന്നു, എന്ത് ചെയ്യട്ടെ? കുട്ടികളെ അടിക്കാമോ? പാപം ഉണ്ടാകില്ലല്ലോ. ബാബ പറയുന്നു, ഇക്കാലത്തെ കുട്ടികൾ ഇങ്ങനെയാണ്, കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലർക്ക് പതിയിൽ നിന്നും ദുഃഖമുണ്ടാകുന്നു. അപ്പോൾ ഉള്ളിൽ ചിന്തിക്കുന്നു, നമ്മൾ ബാബയുമായി കണ്ടുമുട്ടാൻ തക്കവണ്ണം എപ്പോൾ ഈ ബന്ധനം ഒഴിവാകും? ബാബ, വളരെ കടുത്ത ബന്ധനമാണ്, എന്തു ചെയ്യട്ടെ? പതിയുടെ ബന്ധനം എപ്പോൾ ഒഴിവാകും? ബാബ, ബാബ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ആകർഷണം വരുന്നുവല്ലോ. അബലകൾ വളരെയധികം സഹിക്കുന്നു. ബാബ കുട്ടികൾക്ക് ധൈര്യം നൽകുന്നു. കുട്ടികളെ, നിങ്ങൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ, അപ്പോൾ ഈ എല്ലാ ബന്ധനങ്ങളും ഇല്ലാതായിക്കൊള്ളും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ പരിശോധന നടത്തണം. നമ്മളിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. നമ്മുടെ ഓർമ്മ എത്രത്തോളം ബാബയിൽ എത്തിച്ചേരുന്നുണ്ട്? നമ്മുടെ സ്വഭാവം ദൈവിക സ്വഭാവമാണോ? വൃത്തി മറ്റു ഭാഗത്തേക്ക് അലയുന്നില്ലല്ലോ. ബാബയ്ക്ക് ആകർഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും വിധത്തിൽ ലൗലി ആകണം. എല്ലാവർക്കും സുഖം നൽകണം. സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. വരദാനം: കൂട്ടുകാരനെ സദാ കൂടെ വച്ച് സഹയോഗം അനുഭവിക്കുന്ന
കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കട്ടെ. സദാ താങ്കളും ബാബയും ഇങ്ങനെ കമ്പൈൻഡ് ആയിരിക്കൂ. അത് ആർക്കും വേർപിരിക്കാൻ സാധിക്കരുത്. ഒരിക്കലും സ്വയം ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കരുത്. അവിനാശിയായ കൂട്ട് നിറവേറ്റുന്ന ബാബ്ദാദ താങ്കൾ ഏവരുടെയും കൂട്ടുകാരനാണ്. ബാബ എന്ന് പറഞ്ഞു ബാബ ഹാജരാവുകയും ചെയ്തു. നമ്മൾ ബാബയുടേതാണ്, ബാബ നമ്മുടേത്. ബാബ താങ്കളുടെ ഓരോ സേവനത്തിലും സഹയോഗം നൽകുന്നവനാണ്. കേവലം തൻ്റെ കമ്പൈൻഡ് സ്വരൂപത്തിൻ്റെ ആത്മീയ ലഹരിയിലിരിക്കൂ. സ്ലോഗൻ: സേവനവും സ്വ ഉന്നതിയും രണ്ടിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സദാ സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. പരിതസ്ഥിതിയെ മറികടക്കാൻ കഴിയുന്നത് സ്വസ്ഥിതിയിലൂടെയാണ്. സ്വസ്ഥിതിക്ക് ആധാരം സ്വമാനമാണ്. അല്പസമയം ഈ അഭ്യാസം ചെയ്യാം. പരിധിയില്ലാത്ത വിരക്തഭാവം എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാൻ പരിധിയുള്ള സർവ ആശ്രയങ്ങളുടെയും തീരങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ ഈശ്വരീയ ജന്മത്തിൽ എനിക്ക് ഏക ബലവും ഏക ആശ്രയവും സർവശക്തിവാനായ ബാബയാണ്. ബാബയാകുന്ന മഹാജ്യോതിയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകുമ്പോൾ ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ നിറം എന്നിൽ പതിയുന്നു. സർവശക്തിവാനായ ബാബയുടെ സാമീപ്യം എന്നെ സർവശക്തി സമ്പന്നമാക്കുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ബാബയുടെ ഈ സർവശ്രേഷ്ഠ സംഘത്തിലൂടെ ഞാൻ ലൈറ്റ് മൈറ്റ് സ്വരൂപമാകുന്നു.
സർവശക്തിവാന്റെ സർവശക്തികളുടെയും ഛത്രഛായയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഞാൻ സർവ വിപരീത പരിതസ്ഥിതികളിൽ നിന്നും സുരക്ഷിതമാണ്. ഈ ശക്തിശാലി സ്വസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ മായയുടെയും പ്രകൃതിയുടെയും വിപരീത പരിതസ്ഥിതികൾ ഡ്രാമയിലെ ഒരു കളിയായി എനിക്ക് അനുഭവപ്പെടുന്നു. ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്ന ഈ ശക്തിശാലി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ പ്രാപ്തികളാലും ആത്മാവ് അലങ്കരിക്കപ്പെടുന്നു. ഞാൻ വിജയീ രത്നമായി, വിശേഷ ആത്മാവായി, ഭാഗ്യശാലിയായി സ്വയം അനുഭവിക്കുന്നു. സാകാരത്തിലും ബാബ് ദാദയുടെ വരദാനി ഹസ്തവും ദിവ്യവും അലൗകികവുമായ കൂട്ടുകെട്ടും നിലനിർത്തി സർവശ്രേഷ്ഠവും അലൗകികവുമായ സ്വസ്ഥിതിയിൽ സാക്ഷിസ്ഥിതിയുടെ സിംഹാസനത്തിൽ ഞാൻ വിരാജിക്കുന്നു.